ഞാൻ ഭയങ്കര ടയേർഡാണ്. ജോലി കഴിഞ്ഞ് ഇപ്പം തന്നെ എത്തിയുള്ളൂ. ആക്ച്വലി ശരിക്കും റെസ്റ്റ് എടുക്കാൻ നമുക്ക് ടൈമില്ല. നമ്മൾ മാർച്ചിലേക്കാണ് എക്സിബിഷൻ പ്ലാൻ ചെയ്യുന്നതെങ്കിലും മാർച്ചിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഹോൾ. അപ്പോൾ ഏകദേശം ഒരു 3 പെയിൻറ്റിങ്ങോളം തീർത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 10 പെയിൻറ്റിംഗ് ആണ്. അതും റിയലിസ്റ്റിക് പെയിൻറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തീർക്കാനായിട്ട് കുറച്ച് മടി പിടിച്ചിരുന്നാൽ ശരിയാവില്ല. നമ്മൾ കുറച്ചും കൂടി ഒന്ന് പുഷ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്, സ്പ്രെഡ് ആവാതിരിക്കാനാണ്. അപ്പോൾ പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു ബേസ് കോട്ട് ബാക്ക്ഗ്രൗണ്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, സച്ചിനെ നിനക്ക് സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ ആർട്ട് ക്ലാസ്, ആർട്ട് വർക്ക്ഷോപ്പ്, യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓടി നടന്ന് ഒരുപാട് ടെൻഷൻ അടിച്ച് ഒരുപാട് സ്ട്രെസ് എടുത്ത് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ ലൈഫ് ആസ്വദിച്ച് ജീവിക്കേണ്ടതല്ലേ? കുറച്ച് നാളുമല്ലേ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. അത് എൻജോയ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. അവരോടൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. മൈ ഡെഫിനീഷൻ ഫോർ ഹാർഡ് വർക്ക്. ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലൊരു സമയമുണ്ടായിരുന്നു. ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത് അറിയാതെ വളരെ സാഡായിട്ട്, വളരെ വിഷമിച്ച് ഒന്നും ചെയ്യാതെ നടന്ന ഒരു സമയം. അവിടെ നിന്ന് നമ്മുടെ ലൈഫിന് എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് കുറച്ച് ഗോൾസ് ലൈഫിൽ സെറ്റ് ചെയ്തത്. ഇത് ചെയ്യണം, ഇത് അച്ചീവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് കുറച്ച് ഗോൾസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. അവിടെ മുതലാണ് എൻ്റെ ലൈഫ് മാറാൻ തുടങ്ങിയത്. ആദ്യത്തെ ഗോൾസ് ഞാൻ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും തോറും അതൊക്കെ ഇമ്പോസിബിളായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക ചെയ്തത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വളരെയധികം വിഷമിച്ചു. ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും സക്സസ് ആവുന്നുമില്ല. അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മനസ്സിലാക്കിയത്, ലോകത്ത് 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് വളരെ ലക്കി ആയിട്ടുള്ള ആൾക്കാർ, രണ്ടാമത്തത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ. ലക്കി ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്താലും പെട്ടെന്ന് സക്സസ് ആവും, പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കും, എല്ലാവരുടെയും അപ്രിസിയേഷൻ കിട്ടും. അവർക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഈ രണ്ടാമത്തെ കാറ്റഗറി ഉണ്ടല്ലോ, അവർ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിരിക്കും. അവരൊരു കാര്യം ചെയ്യുമ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അത് സക്സസ് ആവുള്ളൂ. അപ്പോൾ ആ കാര്യം സക്സസ് ആവാനായിട്ട് ഒരുപാട് വർഷങ്ങളെടുക്കും. 10 വർഷം, 15 വർഷം, 20 വർഷം, അതിലും മേലെ വർഷങ്ങളെടുക്കും. ഒരുപാട് പഠനങ്ങൾ അതിൻ്റെ ബാക്കിൽ നടത്തേണ്ടി വരും. ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ആ ഫെയിലിയേഴ്സ് ആയിരിക്കും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഫെയിലിയേഴ്സ് നമ്മൾ ഒരുപാട് പഠിക്കും. ആക്ച്വലി ആദ്യമൊക്കെ ഫെയിലിയർ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നത്, ബാക്കി എല്ലാവരും സക്സസ് ആവുന്നുണ്ടല്ലോ. പക്ഷേ ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, ഹാർഡ് വർക്ക്. ആ ഹാർഡ് വർക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണ്, എത്ര ഫെയിലിയർ വന്നാലും ഞാൻ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യും, അടുത്ത ഫെയിലിയർ നമുക്ക് ഫേസ് ചെയ്യാം. ഹാർഡ് വർക്ക് ഉണ്ടല്ലോ നമ്മുടെ ഒപ്പം, അടുത്ത തവണ വീണ്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അടുത്ത ട്രൈ നടത്തും. അങ്ങനെ ഓരോ ട്രൈയിലും നമുക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ക്യാരക്ടറിലും നമ്മുടെ പേഴ്സണാലിറ്റിയിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഫെയിലിയറിലും നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ കുറേ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അവസാനം വരുന്ന സക്സസ് ഉണ്ടല്ലോ, അത് വളരെ വലുതായിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു ട്രെൻഡ് ഉണ്ട്, നമ്മളൊരു കാര്യം ചെയ്താൽ പെട്ടെന്ന് വൈറലാവാം, നമ്മൾ പെട്ടെന്ന് ഫേമസ് ആവാം, നമ്മളെ ഒരുപാട് പേരറിയാം. പക്ഷേ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവരും നമ്മൾ അതുപോലെ തന്നെ മറക്കും. പക്ഷേ അതിന് പകരം നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത്, നല്ലോണം എഫേർട്ട് എടുത്ത് നമ്മളെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് ലൈഫ് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിന് കിട്ടുന്ന ഹാപ്പിനെസ് ഒരുപാട് കാലം നിൽക്കും. നമ്മുടെ ലൈഫ് ലോങ് ആയിരിക്കും അതിൻ്റെ ഹാപ്പിനെസ്. അപ്പോൾ സോഷ്യൽ മീഡിയാസിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന പോസ്റ്റിനേക്കാളും ഒക്കെ ഒരുപാട് സന്തോഷമായിട്ട് നമ്മുടെ പ്രൈവറ്റ് ലൈഫ് മാറും. അത് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ.